പ്രോഫിറ്റ് ഇല്ലാതെ ബിസിനസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരുവിധം എല്ലാവരുടെയും കംപ്ലൈൻറ്റ് അല്ലേ? നിങ്ങൾക്കുണ്ടോ അത്തരത്തിലുള്ള കംപ്ലൈൻറ്റ്? ഈ കാലഘട്ടത്തിൽ പുതിയ തലങ്ങളിലേക്ക് നാം നമ്മുടെ ബിസിനസ്സിനെ ഉയർത്തുമ്പോൾ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നത് വേണ്ടത്ര പ്രോഫിറ്റ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ വേണ്ടത്ര ഇനഫ് വാല്യൂസ് നാം അവർക്ക് നൽകുന്നുണ്ടോ നമ്മുടെ കസ്റ്റമേഴ്സിന്? 2012 ഞങ്ങൾ ആദ്യമായി റിയാദിലെ ധീരയിൽ ഹോൾസെയിൽ മാർക്കറ്റിൽ ബാഗിൻ്റെ ഹോൾസെയിൽ ഷോപ്പ് ഓപ്പൺ ചെയ്തത്. അന്ന് പലരും എന്നോട് ചോദിച്ചു, മുജീബ് 20 റിയാലിന് മുകളിലേക്കുള്ള ബാഗുകൾ വിൽക്കുവാൻ സാധ്യമാണോ ഹോൾസെയിലിൽ? കാരണം ഞങ്ങളുടെ മാർക്കറ്റിൽ മൊത്തത്തിൽ ഉണ്ടായിരുന്നത് 20-25 റിയാലിന് മുകളിലേക്ക് ആരും തന്നെ വിറ്റിരുന്നില്ല എന്നുള്ളതാണ്. ആ സന്ദർഭത്തിലാണ് ഞങ്ങൾ 40, 50, 60, 80, 100 റിയാൽ ഹോൾസെയിൽ പ്രൈസുള്ള സാധനങ്ങളുമായി വരുന്നത്. പലർക്കും സംശയമുണ്ടായിരുന്നു. പലരും പറഞ്ഞു 1 മാസം 2 മാസം മാക്സിമം എന്ന് കാണാൻ 6 മാസത്തിന് അപ്പുറത്തേക്ക് പോവില്ല എന്ന് പറഞ്ഞ കട ഇന്ന് 10 വർഷം കഴിഞ്ഞു 12ാമത്തെ വർഷത്തിലേക്ക് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ട് നമുക്ക് ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചു? കസ്റ്റമേഴ്സിന് വേണ്ടത്ര വാല്യൂസ് നാം നൽകി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് റിയാദ് ധീരയിൽ ഹോൾസെയിൽ മാർക്കറ്റിൽ ആർക്കെങ്കിലും ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ബാഗ് അടുത്ത് ഏത് സ്ഥാപനത്തിൽ കിട്ടുമെന്ന ഒരു ചോദ്യം വന്നാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് അലിത്താർ ട്രേഡിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് തന്നെയാണ്. കഴിഞ്ഞ 12 വർഷം നമ്മൾ നൽകിയ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുടെ റിസൾട്ടാണ് ഇന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാരണം വൺസ് യു സ്റ്റാർട്ട് ടു പ്രൊവൈഡ് മോർ വാല്യൂസ് ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. അതെ, 1 മാസം കൊണ്ടും 2 മാസം കൊണ്ടും 3 മാസം കൊണ്ടും 6 മാസം കൊണ്ടും എല്ലാം തന്നെ ബാഗിൻ്റെ സിബ് കേടായിപ്പോയി, സൈഡ് പോയി, അതല്ലെങ്കിൽ അതിൻ്റെ ഷോൾഡറിലേക്ക് കൈകൾ സ്ട്രാപ്പുകൾ പൊട്ടിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബാഗ് വാങ്ങിക്കഴിഞ്ഞിട്ടാണ് സ്വാഭാവികമായിട്ടും മിനിമം 1 വർഷം മുതൽക്ക് 3 വർഷം വരെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ആ ഒരു ക്വാളിറ്റി കൺസെപ്റ്റാണ് ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചത്.